എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ വീഡിയോ ആണ്. അന്നേരം നമ്മുടെ മുടി നരയ്ക്കുന്നതും അതുപോലെ മുടിയിലുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ഒരു 100 പ്രശ്നങ്ങളാണ് മുടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അല്ലേ. അത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഹെയർ ഡേയും നല്ലൊരു ഹെയർ പാക്കുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. തലമുടി പെട്ടെന്ന് നരയ്ക്കുന്ന അവസ്ഥയ്ക്കും അതുപോലെ തന്നെ മുടി പൊഴിച്ചിലിനും മുടിയുടെ തുമ്പ് പൊട്ടുന്നതിനും താരനും ചൊറിച്ചിലിനും എല്ലാത്തിനും തക്കതായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ കറക്റ്റായിട്ട് നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും നല്ല 100% റിസൾട്ട് കിട്ടും. 30 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം മുടിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ആ ഒരു ഏജ് കൂടുന്തോറും നമ്മുടെ മുടിയെ പൊഴിച്ചിലും അതുപോലെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി വരത്തേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനത്തുള്ള പാക്കുകളും അല്ലെങ്കിൽ ഡൈകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും. നിലവിലുള്ള മുടിയെ അതേപോലെ കാത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമേ അല്ല. അന്നേരം ഉള്ള മുടിയെ കാത്ത് സംരക്ഷിക്കാനും കുറച്ചും കൂടെയൊക്കെ അത് വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മിക്ക വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇങ്ങനത്തുള്ള പാക്കുകൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നല്ല റിസൾട്ട് കിട്ടും. ഒറ്റത്തവണ തന്നെ ഇങ്ങനത്തുള്ള പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ. അത് നമ്മളിന്ന് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ചേരുവ വെറ്റിലയാണ്. വെറ്റിലയ്ക്ക് ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ സൗന്ദര്യപരമായിട്ടും ആത്മീയപരമായിട്ടും ഒരുപാട് സവിശേഷതകളുള്ളതാണ്. പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്തൊരു കാര്യം തന്നെയാണ് നമ്മുടെ വെറ്റില. അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ മുടി സംരക്ഷണത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. പാക്കായിട്ടും ഹെയർ ഡൈ ആയിട്ടും അതുപോലെ ഹെയർ ഓയിലായിട്ടൊക്കെ നമ്മൾ വെറ്റില വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. വെറ്റില മുടി സംരക്ഷണത്തിന് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, പണ്ട് കാലം മുതലേ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ തളിര് വെറ്റിലയാണ് എടുത്തിരിക്കുന്നത്. അന്നേരം ഇതിനോടൊപ്പം കുറച്ച് ചേരുവകൾ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്താൽ മതി. അന്നേരം വെറ്റില നമ്മൾ ആവശ്യത്തിന് എടുക്കുക. നമ്മുടെ മുടി എത്രത്തോളം ഉണ്ട് അതനുസരിച്ച് നമുക്ക് എടുക്കാം. അന്നേരം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മളിപ്പം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ എത്ര ആണോ വെള്ളം എടുക്കുന്നത് അതിൻ്റെ പകുതി വറ്റിച്ചെടുക്കണം. അതിലേക്ക് 4 ഗ്രാമ്പു തേയില അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. അത് വറ്റി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ 3-4 വെറ്റില എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ നിലവിലുള്ള എടുത്തിരിക്കുന്ന വെറ്റിലയിൽ നിന്ന് പകുതിയോളം തന്നെ വെറ്റില എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ ചേർക്കുന്ന ചേരുവകളൊന്നും തന്നെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. അത് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പം ഞാൻ എപ്പോഴും പറയുന്നവരെല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ കറിവേപ്പില എത്രത്തോളം മുടിയെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. മുടിയുടെ കാര്യത്തിൽ മാത്രമല്ല ആരോഗ്യപരമായിട്ടും കറിവേപ്പില ഒട്ടും തന്നെ പിന്നിലല്ല. പിന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടായിട്ടുള്ള തേയിലയും ഗ്രാമ്പും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ നരച്ച് കൊണ്ടുവരാം. ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് അടപ്പ് വെച്ചേക്കുന്നത്, ദോശത്തവ. അതിലേക്ക് നമ്മൾ പകുതിയാണ് ഒഴിച്ചേക്കുന്നത് വെറ്റിലയും കറിവേപ്പിലയും ഗ്രാമ്പും തേയില എല്ലാം കൂടി ചേർത്തുള്ള ആ ഒരു മിക്സ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെല്ലിക്കാപ്പൊടിയും അതിനോടൊപ്പം തന്നെ മൈലാഞ്ചി പൊടിയുമാണ്. 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാടങ്ങ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ ചെയ്യുക. ഇരുമ്പിൻ്റെ പാത്രമില്ല എങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്ലൈഡോ അല്ലെങ്കിൽ ചെറിയ ആണിയോ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണമാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ഹെയർ ഡൈ ഇട്ട് കൊടുക്കണം. കാരണം മുടിയെ കറുപ്പിക്കാനും വേണ്ടി ഒരുപാട് സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇരുമ്പ്. ഇവിടെ നല്ല ചൂട് സമയമായതുകൊണ്ട് കുറച്ചും കൂടെ ആ ഒരു തേയില വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നാളെ രാവിലെ ആകുമ്പോഴത്തേനും ഒരുപാട് അങ്ങ് ഡ്രൈ ആയിപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനും വേണ്ടിയാണ് ഒഴിച്ചേക്കുന്നത്. അത് ഇതിനെ നമുക്ക് ആറിക്കഴിയുമ്പോഴത്തേന് പിറ്റേ ദിവസം എടുക്കാം. അന്നേരം നമുക്ക് പാക്ക് തയ്യാറാക്കാം. നേരത്തെ നമ്മൾ അരച്ച് വെച്ചായിട്ടുള്ള നമ്മുടെ കറിവേപ്പിലയും വെറ്റിലയുടെ ആ ഒരു നീരിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തളിരായിട്ടുള്ള ചെമ്പരത്തിയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പച്ച കളർ ഒരു പാക്കാണ് കേട്ടോ, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ മുറ്റത്ത് സുലഭമായിട്ടുള്ള ചെമ്പരത്തി ഇലയും അതുപോലെ തന്നെ മുരിങ്ങയില ഒട്ടും പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ചെമ്പരത്തി ആണെങ്കിലും അതുതന്നെ. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു റിസൾട്ട് ഉണ്ടല്ലോ, ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പാക്കാണ്. നിങ്ങൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒന്നിക്കൊന്നിരാടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. യാതൊരുവിധമായ പ്രശ്നങ്ങളും ആർക്കും ഉണ്ടാവാത്ത ഒരു നല്ല പാക്കാണ്. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ബാക്കി വന്ന ആ ഒരു തേയില വെള്ളത്തിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ അരച്ചെടുക്കുക.
ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ തൈര് ഒഴിച്ച് കൊടുക്കാം, മുട്ട വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം, മുട്ടയുടെ വെള്ളം അല്ലെങ്കിൽ മൊത്തമായിട്ടോ. ഇതെല്ലാം തന്നെ ഒട്ടും പിന്നിലല്ല. പ്രത്യേകിച്ച് ഈ ഒരു പാക്ക് വെറ്റില വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും മുടിക്ക് നല്ല കറുപ്പും ഉണ്ടാവും, നല്ല കട്ടിക്ക് മുടി വളരുകയും ചെയ്യും, നല്ല തിളക്കവും നല്ല സിൽക്കി ആയിട്ട് നമ്മുടെ മുടി കിടക്കുകയും ചെയ്യും. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷാമ്പു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുടി സംരക്ഷണത്തിന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് എന്നും പെർമനൻ്റ് ആയിട്ട് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഇതുപോലൊരു തുണി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ആ ഒരു നീര് പിഴിഞ്ഞെടുക്കാം. കാരണം നമ്മുടെ തലയിൽ തേച്ച് കഴിയുമ്പം കഴുകി കളയുമ്പോൾ ഒരുപാട് പൊടികൾ ഇങ്ങനെ നമ്മുടെ തലമുടിയിൽ പറ്റിയിരിക്കില്ല. നമ്മുടെ തലമുടിയിലുണ്ടാകുന്ന താരനാണെങ്കിലും ചൊറിച്ചിലാണെങ്കിലും മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കും മുടി നമ്മൾ ഇതുപോലുള്ള പാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് മുടി നല്ലപോലെ കഴുകി അത് ഉണങ്ങി കഴിയുമ്പം നമ്മുടെ നിലവിലുള്ള മുടിയുടെ കട്ടിയെക്കാട്ടി കുറച്ചും കൂടെ നമുക്ക് തലമുടിയൊക്കെ കിട്ടുമ്പം തന്നെ മനസ്സിലാവും, നല്ലപോലെ കുറച്ചും കൂടെ തോന്നിക്കുകയും ചെയ്യും, കുറച്ചും കൂടെ ഉള്ള് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പം തന്നെ മനസ്സിലാവുകയും ചെയ്യും. അത്രയ്ക്ക് ഇതായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. ഈ ഒരു പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിൽ നല്ലപോലെ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ തലയോട്ടി നല്ലപോലെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ മസാജ് ചെയ്യണം തലയോട്ടി മൊത്തമായിട്ട്. അന്നേരം തീർച്ചയായിട്ടും ഇങ്ങനെ മസാജ് ചെയ്യുമ്പം തന്നെ ഒരു നമ്മുടെ ആ ഒരു മുടി വളർച്ചയ്ക്ക് ഒത്തിരി മാറ്റം ഉണ്ടാവും കേട്ടോ. അതുമാത്രമല്ല നല്ല ഉറക്കം കിട്ടാനും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇങ്ങനത്തുള്ള പാക്കുകൾ ഇടുന്നത് കേട്ടോ. അതിന് പിറ്റേ ദിവസം രാവിലെ ആയപ്പം നമ്മുടെ ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് കറുപ്പ് കളറിലാണ് കിട്ടുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവണക്കണ്ണയുടെ എണ്ണ ലേശം വേണമെങ്കിൽ ഒഴിച്ചിട്ട് തലയിൽ തേക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ മുട്ടയോ തൈരോ ഒക്കെ കുറച്ച് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ഇതും തേച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ, 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും ഇത് വെക്കുക. ഞാനിതിൽ ചേർത്തിട്ടില്ല പനിക്കുറുക്കിയും തുളസിയിലയും. കാരണം ജലദോഷം തുമ്മൽ അങ്ങനത്തെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, തലനീരൊക്കെ ഇറങ്ങുമെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തുളസിയും ഞവരയിലയും കൂടി ചേർത്തിട്ട് വേണം ഇത് തയ്യാറാക്കാനും വേണ്ടി. ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയില്ല കേട്ടോ. അന്നേരം അത് വിട്ടുപോയൊരു കാര്യമാണ്. അന്നേരം എൻ്റെ മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങങ്ങായിട്ട് മാത്രമാണ് നരച്ചിട്ടുള്ളത്. PCOD ഉള്ള ഒരാളാണ്. അന്നേരം ഒരുപാട് PCOD പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകരിക്കുന്നതാണ്. PCOD എനിക്കുണ്ടെന്നുള്ളത് മനസ്സിലായത് പെട്ടെന്ന് മുടി പൊഴിച്ചിൽ, കണ്ടമാനം മുടി പൊഴിയുന്നുണ്ട്. അത്യാവശ്യം മുടി നമുക്ക് കെട്ടിവെക്കാൻ പാകത്തിലുള്ള മുടിയുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഭയങ്കരമായിട്ട് മുടി പൊഴിച്ചിൽ, വീട് മൊത്തം മുടിയൊക്കെ വരുന്നൊരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയാൻ തുടങ്ങുമ്പോഴാണ് അയ്യോ ഇത് എന്തോ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് എനിക്കും PCOD ഉണ്ടെന്ന് മനസ്സിലായി. അന്ന് മുതൽ നമ്മൾ അതിനോടൊപ്പം നമ്മുടെ ഫുഡ് നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ പിന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ തലമുടിയിൽ ഞാനും ഉപയോഗിക്കാറുണ്ട്. അതിന് നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ തലമുടിയിലുണ്ടാകുന്ന താരനാണെങ്കിലും മുടി പൊഴിച്ചിലൊക്കെ വളരെ നിസ്സാരമായിട്ട് കരുതും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും ഷാമ്പു അങ്ങനത്തുള്ള ഹെയർ ഡേ ഒക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കും. പക്ഷേ അത് തൽക്കാലത്തിന് മാത്രമാണ് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും പെർമനൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് റീസൺ കണ്ടുപിടിച്ച് അതിനോടൊപ്പം തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വീട്ടിലും കൂടെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും എപ്പോഴും പറയുന്ന പോലെ 100% റിസൾട്ട് കിട്ടും. അത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.